നാവിന് ലൈസൻസ് ഇല്ലാതെ സമൂഹ മാധ്യമങ്ങളിൽ എന്തും വിളിച്ചു പറയാമെന്നുള്ളവർക്ക് താക്കീതാണ് രാഹുൽ ഈശ്വറിന്റെ ഈ സംഭവം. കൈവിലങ്ങായിരിക്കും നിങ്ങളെ കാത്തിരിക്കുന്നത്. എന്തായാലും നമുക്ക് ആ പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതിയായ ലൈംഗിക പീഡന കേസിലെ അതിജീവിതയെ അപമാനിച്ചെന്ന കേസിൽ രാഹുൽ ഈശ്വർ കസ്റ്റഡിയിൽ. അതിജീവിതയുടെ പരാതിയിൽ സൈബർ പോലീസിന്റേതാണ് ഈ നിർണായക നടപടി. തിരുവനന്തപുരം തൈക്കാട് AR ക്യാമ്പിലെത്തിച്ച് രാഹുൽ ഈശ്വറെ ചോദ്യം ചെയ്യുകയാണ്. അതേസമയം അതിജീവിതയെ അധിക്ഷേപിച്ച കേസിൽ കോൺഗ്രസ് നേതാക്കളായ രഞ്ജിത പുളിക്കൽ, സന്ദീപ് വാര്യർ, അഡ്വക്കേറ്റ് ദീപ ജോസഫ് എന്നിവരെയും പ്രതി ചേർത്തു. ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ശാലിനി ചേരുന്നുണ്ട്. ശാലിനി, എന്തായാലും വളരെ നിർണായകമായൊരു നീക്കം, അഭിനന്ദനാർഹമായ നീക്കമാണിപ്പോൾ ഈ പോലീസ് നടത്തിയിരിക്കുന്നത്. രാഹുൽ ഈശ്വർ ഓരോ മണിക്കൂറും ഇടവിട്ടാണ് ഈ ഒരു അതിജീവിതയെ അപമാനിക്കാൻ തുണിഞ്ഞ് കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്നത്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ ആ PR വർക്ക്, എന്തായാലും ഈ രാഹുൽ ഈശ്വർ ഇവിടുത്തെ കോടതിയൊന്നുമല്ലല്ലോ. ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ നിർദ്ദേശപ്രകാരം തന്നെയല്ലേ ഈ രാഹുൽ ഈശ്വർ ഈ അതിജീവിതയെ അതിക്രൂരമായി അപമാനിക്കുന്നത്? ശാലിനി. അശ്വതി, തീർച്ചയായും അങ്ങനെയാണ്. സുപ്രീം കോടതിയുടെ എല്ലാ മാനദണ്ഡങ്ങളും ലംഘിച്ചുകൊണ്ട് ലൈംഗിക ആരോപണ കേസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഇരയെ അപമാനിക്കുന്ന രീതിയിൽ പ്രതികരണങ്ങൾ നടത്തിയതിനാണ് ഇപ്പോൾ 5ഓളം പേർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുള്ളത്. ഈ പരാതിക്കാരിയായിട്ടുള്ള പെൺകുട്ടി അടക്കം നൽകിയിട്ടുള്ള നിർണായകമായിട്ടുള്ള വിവരങ്ങൾ, രേഖകൾ അടക്കമുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് ഈ കേസുമായി ബന്ധപ്പെട്ട നിർണായക നടപടി ഇപ്പോൾ പോലീസ് സ്വീകരിക്കുന്നത്. അതിൽ ആദ്യ നടപടി എന്ന് വേണം. തിരുവനന്തപുരത്ത് തന്നെ ആ നടപടികൾ തുടരുകയാണ്. തിരുവനന്തപുരത്ത് രാഹുൽ ഈശ്വരൻ അഡ്വക്കേറ്റ് കൂടിയായിട്ടുള്ള അദ്ദേഹത്തിനെ പോലീസ് AR ക്യാമ്പിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തു. അതിനുശേഷം കസ്റ്റഡി രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏകദേശം 5ഓളം പ്രതികൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ഉണ്ട് എന്നുള്ളതാണ്. അതായത് അതിജീവിതയെ അപമാനിച്ച കേസിൽ രാഹുൽ ഈശ്വർ 5ാം പ്രതിയാണ്. ഒപ്പം തന്നെ 1ാം പ്രതിയായി രഞ്ജിത പുളിക്കൻ, മഹിളാ കോൺഗ്രസിന്റെ പത്തനംതിട്ട ജില്ലയുടെ ചുമതലയുള്ള ജില്ലാ സെക്രട്ടറി കൂടിയാണ് രഞ്ജിത പുളിക്കനെ 1ാം പ്രതിയാക്കിക്കൊണ്ടാണ് ഈ കേസ് ഇപ്പോൾ പോലീസ് എടുത്തിട്ടുള്ളത്. 2ാം പ്രതിയായ അഡ്വക്കേറ്റ് ദീപ ജോസഫ് ഉണ്ട്. സുപ്രീം കോടതിയിലെ അഭിഭാഷകയടക്കമുള്ളവർ സമൂഹ മാധ്യമങ്ങളിലൂടെ ഈ ഇരയെ അപമാനിക്കുന്ന രീതിയിലുള്ള പ്രതികരണങ്ങൾ നടത്തി. ഒപ്പം തന്നെ ഈ ഗർഭവുമായി ബന്ധപ്പെട്ട് ചില വ്യാജ ഗർഭമാണ് എന്ന രീതിയിൽ തലക്കെട്ടോടുകൂടി ചില പ്രതികരണങ്ങളും ചില റൈറ്റപ്പുകളും സമൂഹ മാധ്യമങ്ങളിൽ അഡ്വക്കേറ്റ് ദീപ ജോസഫ് പങ്കുവയ്ക്കുകയും ചേർന്നു. ആ സാഹചര്യത്തിൽ കൂടിയാണ് ദീപ ജോസഫിനെ ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രതി ചേർത്തിട്ടുള്ളത്. 2ാം പ്രതിയാണ് ദീപ ജോസഫ്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് കേസിൽ 4ാം പ്രതി കോൺഗ്രസിലേക്ക് ഈ അടുത്തിടെ ചെന്നിട്ടുള്ള സന്ദീപ് വാര്യരാണ്. സന്ദീപ് വാര്യരും ചിത്രങ്ങളടക്കമുള്ള കാര്യങ്ങൾ പുറത്തുവിട്ടൊരു സാഹചര്യമുണ്ട്. അദ്ദേഹത്തിൻ്റെ വാളിൽ, അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ ചില ചിത്രങ്ങൾ ഉണ്ടായിരുന്നു. ആ ചിത്രങ്ങൾ നീക്കം ചെയ്യുകയാണ് എന്ന രീതിയിൽ ഉള്ള ചില ഫേസ്ബുക്ക് പോസ്റ്റുകൾ അദ്ദേഹം ഷെയർ ചെയ്തിരുന്നു. അതുമായി ബന്ധപ്പെട്ട് തൊട്ടു പിന്നാലെ തന്നെ അദ്ദേഹത്തിൻ്റെ വാളിൽ നിന്നും ആ ചിത്രങ്ങൾ സൈബർ ഇടങ്ങളിൽ വലിയ രീതിയിൽ വൈറലാവുകയും അത് പലരും ഷെയർ ചെയ്യുന്നൊരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. ഈ ഘട്ടത്തിലാണ് അദ്ദേഹത്തിനെയും ഈ കേസിൽ പ്രതി ചേർത്തിട്ടുള്ളത്. എന്തായാലും ഇപ്പോൾ രാഹുൽ ഈശ്വറിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയാണ്. ചോദ്യം ചെയ്യലിൽ ഇതുവരെയും അദ്ദേഹത്തിന്റെ നിലപാടിൽ നിന്ന് പിന്നോട്ട് പോയിട്ടില്ല. അദ്ദേഹം ചെയ്തതെല്ലാം ശരിയാണ്, അദ്ദേഹം ആരെയും അപമാനിച്ചിട്ടില്ല എന്ന രീതിയിലുള്ള പ്രതികരണമാണ് രാഹുൽ ഈശ്വർ ഈ ഘട്ടത്തിൽ നൽകുന്നത്. എന്തായാലും ചോദ്യം ചെയ്യൽ തുടരുകയാണ്. രാഹുൽ ഈശ്വർ ഇവിടേക്ക് എത്തുമ്പോൾ അദ്ദേഹത്തിന്റെ ഒപ്പം അദ്ദേഹത്തിന്റെ ഭാര്യ കൂടിയായ അഭിഭാഷക ദീപ കൂടി ഉണ്ടായിരുന്നു. ദീപ ഇപ്പോൾ അദ്ദേഹത്തിന്റെ വാഹനവുമായി ഇവിടെ നിന്നും മടങ്ങിയിരിക്കുകയാണ്. എന്തായാലും അല്പസമയത്തിനകം രാഹുൽ ഈശ്വറിന്റെ ഔദ്യോഗിക അറസ്റ്റ് രേഖപ്പെടുത്തും. ശേഷം വൈദ്യപരിശോധന അടക്കമുള്ള കാര്യങ്ങളുണ്ട്. അതിനുശേഷം മറ്റ് നടപടികളിലേക്ക് പോലീസ് കടക്കുകയും ചെയ്യും. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട നിർണായകമായിട്ടുള്ള നടപടിയാണ് ഇപ്പോൾ പോലീസ് സ്വീകരിക്കുന്നത്. അതായത് സൈബർ ഇടങ്ങളിൽ ഈ പെൺകുട്ടിയെ അപമാനിക്കാൻ, അപവാദ പ്രചരണം നടത്താൻ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട്. അതിൽ കോൺഗ്രസ് നേതാക്കന്മാർക്ക് പങ്കുണ്ട് എന്നുള്ള ചർച്ചകൾ ഒരു ഭാഗത്ത് നടക്കുന്നതിനിടയിലാണ് സൈബർ ഇടങ്ങളിൽ തുടർച്ചയായി ഫേസ്ബുക്കിലൂടെ അദ്ദേഹത്തിന്റെ സ്വന്തം പേജിലൂടെ വീഡിയോ ദൃശ്യങ്ങൾ, അത് AI ക്രിയേറ്റഡ് വീഡിയോകൾ അടക്കം ഉണ്ടാക്കിക്കൊണ്ട് പ്രചരണം നടത്തിയ രാഹുൽ ഈശ്വറിനെ കസ്റ്റഡിയിൽ എത്തിയിട്ടുള്ളത്. എന്തായാലും ചോദ്യം ചെയ്യൽ ഇപ്പോൾ AR ക്യാമ്പിൽ പുരോഗമിക്കുകയാണ് ഈ മണിക്കൂറിലും. അശ്വതി. തീർച്ചയായും ശാലിനി തുടരുക. ഇപ്പോൾ നമ്മളോടൊപ്പം ഐസൺ ജോസ് ചേരുന്നുണ്ട്. ഐസൺ, തങ്ങൾക്കൊരു ഫേസ്ബുക്ക് ഉണ്ട്, ഒരു ഇൻസ്റ്റാഗ്രാം ഉണ്ട്, ഒരു വാട്സപ്പ് ഉണ്ട്, പിന്നെ തങ്ങളാണ് കോടതി, തങ്ങളാണ് വിധികർത്താക്കൾ. എങ്ങനെയാണ് ഒരു കോടതിയുടെ മുൻപിലിരിക്കുന്ന ഒരു കേസിൽ ഒരു അതിജീവിതയെ ഇത്രത്തോളം അതിക്രൂരമായി വലിച്ചിടയ്ക്കുന്നത്, അവളെ ക്രൂരമായി വാക്കുകൊണ്ട് പീഡിപ്പിക്കുന്നത്? ഇതൊക്കെ തീർച്ചും രാഹുൽ മാങ്കൂട്ടത്തിൽ മറ്റൊരു തരത്തിൽ ഈ പെൺകുട്ടിയെ പീഡിപ്പിച്ചുവെങ്കിൽ ഈ സൈബർ ഇടങ്ങളിൽ മറ്റൊരു തരത്തിൽ ഈ പെൺകുട്ടിയെ വാക്കുകൾ കൊണ്ട് പീഡിപ്പിക്കുകയല്ലേ രാഹുൽ ഈശ്വറിനെ പോലുള്ള ആൾക്കാർ? തീർച്ചയായും അശ്വതി, രാഹുൽ ഈശ്വറിന്റെ ഈ പ്രവർത്തനം തന്നെ അന്ന് തന്നെ വിമർശിക്കപ്പെട്ടതാണ്. നമുക്കറിയാവുന്നതാണ്. പല ഇടങ്ങളിലും പല ഘട്ടങ്ങളിലും ഇയാളുടെ നിലപാടുകൾ പലതും ഏറെ ഒരു ഗൗരവമർഹിക്കുന്ന ചില നിലപാടുകളാണ്, അല്ലെങ്കിൽ ഒരു സാമൂഹ്യ വിരുദ്ധ നീക്കം തന്നെയാണ് ഇയാളുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. നമുക്കറിയാവുന്നതാണ്. ഈ നേരത്തെ CG ഉമേഷ് ഒക്കെ ചൂണ്ടിക്കാട്ടിയതുപോലുള്ള ചില റാഡിക്കലിസ്റ്റ് സംഘടനകളുമായുള്ള ചില ഇടപെടലുകളും അത്തരത്തിലുള്ള ചില സ്വാധീനങ്ങളൊക്കെ സൂചിപ്പിക്കപ്പെടുന്നുണ്ട്. എങ്കിൽ കൂടി ഈ വിഷയത്തിൽ കൃത്യമായ ഒരു ഇടപെടൽ ഇയാൾ നടത്തുന്നു.
നടത്തുന്നത് തന്റെ 4 പേർ കാണുന്ന ഒരു ഫേസ്ബുക്ക് സംവിധാനം തനിക്കുണ്ട് എന്ന ഒരു അഹന്തയുടെ പേരിൽ നിരവധിയായ ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങൾ നടത്തുക, ഈ ആക്ഷേപങ്ങൾ നടത്തി തുടർച്ചയായി അതിജീവിതയെ ആക്ഷേപിക്കുകയും നിന്ദിക്കുകയും ചെയ്യുക, അവരുടെ വ്യക്തിപരമായ കാര്യങ്ങൾ എടുത്തുകൊണ്ടുവരിക, അവരുടെ ബന്ധുക്കളെ ആക്ഷേപിക്കുക, അത്തരത്തിലുള്ള ഏറ്റവും തരംതാണ പ്രവർത്തനങ്ങളെല്ലാം തന്നെ സൈബർ ഇടങ്ങളിൽ ചെയ്യുന്നതിന് നേതൃത്വം നൽകുകയാണ്. നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട് അയാളുടെ ഒരു യൂട്യൂബ് ചാനലിലും അതുപോലെ തന്നെ മറ്റ് സൈബർ സംവിധാനങ്ങളിലുമെല്ലാം തന്നെ ഈ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലെല്ലാം തന്നെ വന്ന ഇത്തരത്തിലുള്ള വൃത്തികെട്ട രീതിയിലുള്ള പ്രതികരണങ്ങൾ നടത്തുമ്പോൾ ആ പ്രതികരണങ്ങൾ പലപ്പോഴും നമ്മൾ ആശങ്കയോടെ നോക്കിക്കാണുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അതിനെ ന്യായീകരിച്ചിരുന്നത് ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിലുമായി എന്തെങ്കിലും തരത്തിലുള്ള വ്യക്തിബന്ധമുള്ള ആളല്ല, പേര് പോലും അറിയാമെന്നല്ലാതെ, പേരറിയാം, ഏതോ ചർച്ചയിൽ ഇരുന്നു എന്നല്ലാതെ വ്യക്തിപരമായ ഒരു പരിചയവുമില്ല എന്നൊക്കെ പറഞ്ഞാണ് ചെയ്യുന്നത്. സ്വാഭാവികമായും ഇതിന്റെ എല്ലാം നേട്ടം, ഓരോ പ്രവൃത്തിയും ഓരോ വാക്കും ഓരോ ചേഷ്ടകൾ പോലും രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി മാത്രം രാഹുൽ ഈശ്വർ കുറച്ച് ദിവസങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. സ്വാഭാവികമായും നേരത്തെ സൂചിപ്പിച്ചതുപോലെ പലവിധ തരത്തിലുള്ള സംശയങ്ങളാണ് ഉയരുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലുള്ള ഈ മതമൗലിക സംഘടനകളുമായുള്ള ബന്ധം ആണോ ഇയാളെ ഇതിന് പ്രേരിപ്പിക്കുന്നത്? രണ്ടുപേരും സമാന രീതിയിലുള്ള താല്പര്യങ്ങളുള്ള ഒരു വിഭാഗങ്ങളായ വ്യക്തികളാണ്. സ്വാഭാവികമായും അതാണോ പ്രേരിപ്പിക്കുന്നത്? അല്ലെങ്കിൽ വെറും പണം അല്ലെങ്കിൽ പണത്തോടുള്ള ഒരു അത്യാർത്ഥി മാത്രമാണോ? എന്താണ് ഇയാളെ ഇതിന് പ്രേരിപ്പിക്കുന്നത് എന്ന ഘടകം മാത്രമാണ് ഇനി കണ്ടെത്തേണ്ടത്. ഒരുപാട് ഘടകങ്ങളുണ്ട്. പണം മാത്രമല്ല, ഈ സമയത്ത് ഒരു സ്റ്റാർ ആവുക, ഒപ്പം വ്യൂസ് കൂട്ടുക എന്നുള്ളൊരു നിഗൂഢ തന്ത്രം കൂടി ഈ രാഹുൽ ഈശ്വറിനുണ്ട് എന്ന് തന്നെ മനസ്സിലാക്കണം. കാരണം ഓരോ മണിക്കൂർ ഇടവിട്ട് ഇദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് വാളുകളിലും യൂട്യൂബുകളിലും വീഡിയോ ഇട്ട് അങ്ങനെ അങ്ങ് ആഘോഷിക്കുകയാണ്. നമുക്ക് അദ്ദേഹത്തിന്റെ മുഖത്ത് നിന്നും വായിച്ചെടുക്കാം. ഇദ്ദേഹം ഒരു അതിജീവിതയെ പിന്തുണയ്ക്കേണ്ട, പക്ഷേ അവരെ അത്രത്തോളം അതിക്രൂരമായി അവരെ വെർബൽ അബ്യൂസ് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ഒപ്പം ഇവിടുത്തെ മുസ്ലിങ്ങളെ വെല്ലുവിളിക്കുന്നു, ഇവിടുത്തെ ചാനലുകളെ വെല്ലുവിളിക്കുന്നു. ആർക്കാണ് ഈ രാഹുൽ ഈശ്വറിന് ആരാണ് ഇത്ര അധികാരം നൽകിയത്? തീർച്ചയായും ഇത് തന്നെയാണ് ചോദ്യം. അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഭാരതത്തിന്റെ ഭരണഘടന നൽകിയിരിക്കുന്ന പരമമായ പവിത്രമായ ഒരു സ്വാതന്ത്ര്യത്തെ ഇത്ര കണ്ട് ദുരുപയോഗം ചെയ്യുന്ന ഒരു മനുഷ്യനെ മലയാളത്തിൽ നമുക്ക് കാണാൻ സാധിക്കില്ല. മലയാളത്തിൽ സംസാരിക്കുന്ന ഇത്ര കണ്ട് സ്വന്തം അവകാശങ്ങളെ ദുരുപയോഗം ചെയ്യുന്ന, അല്ലെങ്കിൽ അതിന്റെ എല്ലാ അർത്ഥതലത്തിലും ലംഘിച്ച് അതിന്റെ മാന്യതകൾ ലംഘിച്ച് പ്രവർത്തിക്കുന്ന ഒരാളെ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. ഏത് രീതിയിലാണ്, എന്താണ് ഇയാളെ ഇതിന് പ്രേരിപ്പിക്കുന്ന ഘടകം എന്നതാണ് എപ്പോഴും സംശയമുണ്ടായിരുന്നത്. ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. തീർച്ചയായും രാഹുൽ കൂട്ടത്തിൽ എന്ന് പറയുന്ന ആളുടെ ഒരു PR ടീം പോലെ തന്നെ, അല്ലെങ്കിൽ ഒരു ഷാഡോ PR ടീം പോലെയാണ് ഇയാൾ പ്രവർത്തിക്കുന്നത്. അയാൾക്ക് വേണ്ടി, അതായത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ നമ്മളുടെ അതിഥിയായി എത്തിയ ശ്രീ കൃഷ്ണകുമാർ തന്നെ പറഞ്ഞു, ഇയാളുടെ പ്രത്യേകിച്ചും അതിജീവിതയുടെ ബന്ധുക്കളെ വിളിച്ച് അവരുമായി വിവരങ്ങൾ ആരായുന്നതിനുള്ള നീക്കം നടത്തുന്നു. അവരെ ഏതെങ്കിലും തരത്തിൽ അവരെ വിളിച്ച് അവരുടെ വായിൽ നിന്ന് വരുന്ന ഏതെങ്കിലും വാക്കുകൾ തെറ്റായി വ്യാഖ്യാനിക്കാനുള്ള നീക്കമാണ്. എന്ത് ഗൂഢതന്ത്രമാണ് ഇയാൾ പയറ്റുന്നത്? അത് അത്തരത്തിൽ പയറ്റുന്നതുകൊണ്ട് എന്ത് പ്രയോജനം എന്നത് രണ്ടാമത്തെ ഒരു ചോദ്യമാണ്. നിയമത്തിന്റെ മുന്നിൽ നിൽക്കുന്ന ഒരു വിഷയമാണ്, കോടതിയുടെ മുന്നിൽ നിൽക്കുന്ന വിഷയമാണ്. അതിജീവിത കോടതിയിൽ മൊഴി കൊടുത്തു കഴിഞ്ഞ ഒരു വിഷയം കൂടിയാണിത്. ഈ വിഷയത്തിൽ ഏത് രീതിയിലാണ് ഇത്തരത്തിലുള്ള നീക്കങ്ങൾ, അതായത് ഈ സൈബർ ഇടങ്ങളിലൊക്കെയുള്ള ഈ വിഡ്ഢി നീക്കങ്ങൾ ഏത് രീതിയിലാണ് പ്രയോജനപ്പെടുക എന്നത് നിയമപരമായി ആലോചിക്കുമ്പോൾ ഒരു ഉത്തരവും കിട്ടുന്നില്ല. പലതവണ അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, രാഹുൽ ഈശ്വർ തന്നെ പറയുന്നുണ്ട്, താൻ നിയമവിരുദ്ധധാരിയാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ കൂടി ആ നിയമവിരുദ്ധത്തിന്റെ ഒരു ബോധ്യങ്ങൾ പോലും ഇല്ലാത്ത രീതിയിൽ തീർച്ചയായും അത് തന്നെയാണ് ഐസൺ നമുക്ക് മനസ്സിലാകുന്നത്. ഇദ്ദേഹം എന്തുദ്ദേശിച്ചാണ്, ആരെ കണ്ടാണ് ഇത്രത്തോളം ഈ സമൂഹ മാധ്യമങ്ങൾ ഇങ്ങനെ വിരളി പൂണ്ടി വിലസി നടന്ന് ഇത്രത്തോളമുള്ള വാക്കുകൾ കൊണ്ട് തനിക്ക് എന്തും പറയാം, സൈബറിൽ തനിക്ക് എന്തുമാകാം എന്നുള്ള അധികാരം രാഹുൽ ഈശ്വറിന് ആരാണ് കൊടുത്തത് എന്നാണ് കണ്ടറിയേണ്ടത്. എന്തായാലും നമ്മളോടൊപ്പം ശാലിനി തുടരുന്നുണ്ട്. ശാലിനി, എന്തായാലും ഈ രാഹുൽ ഈശ്വറിനെ ചോദ്യം ചെയ്യുകയാണെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇദ്ദേഹത്തിനെ ഇനി അറസ്റ്റ് ചെയ്യാൻ ഉള്ള സാധ്യത വളരെ കൂടുതലാണ്. അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഏതൊക്കെ വകുപ്പുകൾ ചുമത്തിയായിരിക്കും രാഹുൽ ഈശ്വറിനെ പോലീസ് അറസ്റ്റ് ചെയ്യുക? കൈവിലങ്ങ് അതെപ്പോഴാകും? അശ്വതി, കൈവിലങ്ങ് ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഔദ്യോഗികമായി പറയാൻ കഴിയില്ല. പക്ഷേ എങ്കിൽ പോലും സുപ്രീം കോടതിയുടെ നിർദ്ദേശം, സുപ്രീം കോടതിയുടെ വിധികൾ, സുപ്രീം കോടതിയുടെ മാനദണ്ഡങ്ങൾ അതൊക്കെ ലംഘിച്ചുകൊണ്ടാണ് കഴിഞ്ഞ 5 ദിവസത്തിലധികമായി സൈബർ ഇടങ്ങളിൽ രാഹുൽ ഈശ്വർ നടത്തുന്ന വീഡിയോകൾ ഉള്ളത്. ഒപ്പം തന്നെ ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്കൂർ മുമ്പ്, അതായത് അല്പസമയം മുമ്പ് വരെ അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ വഴി അദ്ദേഹം അത്തരത്തിലുള്ള വ്യാജ വീഡിയോകൾ, ഒപ്പം തന്നെ ആ പെൺകുട്ടിയെ അപമാനിക്കുന്ന രീതിയിലുള്ള വീഡിയോ ദൃശ്യങ്ങളടക്കമുള്ള കാര്യങ്ങൾ പുറത്തുവിട്ടൊരു സാഹചര്യമുണ്ട്. അതായത് ഇന്ന്
മാത്രം 2 വീഡിയോകളാണ് അദ്ദേഹത്തിൻ്റെ ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജിലൂടെ അദ്ദേഹം അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അതായത് ഈ കൃത്യമായി ഗൂഢാലോചന നടത്തി ഒരു പെൺകുട്ടിയെ അപമാനിക്കാനുള്ള എല്ലാ രീതിയിലുള്ള തന്ത്രങ്ങളും രാഹുൽ ഈശ്വർ നടത്തിയിട്ടുണ്ട്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി രാഹുൽ മാങ്കൂട്ടത്തിനെ വെള്ളപൂശിക്കൊണ്ട് രാഹുൽ മാങ്കൂട്ടം ചെയ്ത് ശരിയാണ് എന്ന രീതിയിലും പെൺകുട്ടിയുടെ വ്യക്തിവിവരങ്ങൾ അടക്കം പുറത്തുവിടുന്ന രീതിയിലുള്ള പ്രതികരണങ്ങളും രാഹുൽ ഈശ്വറിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. ആ സാഹചര്യത്തിലാണ് ഈ സൈബർ ഇടങ്ങളിലെ അറ്റാക്കുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലൊരു കേസ് വരികയും ആ കേസുമായി ബന്ധപ്പെട്ട് പ്രതിസ്ഥാനത്തേക്ക് രാഹുൽ ഈശ്വർ വരികയും ചെയ്തിട്ടുള്ളത്. നമ്മൾ മനസ്സിലാക്കുന്നത് പ്രകാരമാണെങ്കിൽ അല്പസമയത്തിനകം തന്നെ അദ്ദേഹത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തും. അറസ്റ്റ് രേഖപ്പെടുത്തിയതിനു ശേഷം മറ്റ് നടപടികളിലേക്ക് പോലീസ് കടക്കും. വൈദ്യപരിശോധന അടക്കമുള്ള നടപടികളുണ്ട്. ആ വൈദ്യപരിശോധന അടക്കമുള്ള നടപടികൾ പൂർത്തീകരിച്ചതിന് ശേഷമായിരിക്കും മറ്റ് രീതിയിലുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കുക. എന്നാലും ഈ മണിക്കൂറിലും ചോദ്യം ചെയ്യൽ തുടരുകയാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് സൈബർ ഇടങ്ങളിൽ ഉണ്ടായിട്ടുള്ള അറ്റാക്ക്, അതായത് ഈ പെൺകുട്ടിയുടെ വ്യക്തിവിവരങ്ങൾ രേഖപ്പെടുത്തുന്ന രീതിയിൽ ഈ പെൺകുട്ടിയുടെ വിവാഹ ജീവിതവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, അവരുടെ ഭർത്താവുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ, ഇതടക്കമുള്ള കാര്യങ്ങൾ രാഹുൽ ഈശ്വർ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. തുടക്കം മുതൽ തന്നെ രാഹുൽ ഈശ്വറിൻ്റെ ഒരു അഭിഭാഷകനായി, രാഹുൽ ഈശ്വറിൻ്റെ ഒരു അടുത്ത സുഹൃത്തായി ഒക്കെ രാഹുൽ ഈശ്വറിനെ വെള്ളപൂശുന്ന രീതിയിലുള്ള പ്രതികരണങ്ങൾ അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വഴി രാഹുൽ ഈശ്വർ പങ്കുവച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു നടപടി ഉണ്ടായിട്ടുള്ളത്. എന്നാൽ കസ്റ്റഡി ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് അല്പസമയത്തിനകം തന്നെ അറസ്റ്റിലേക്ക് മാറുകയും ചെയ്യും. അതിനുശേഷമായിരിക്കും അദ്ദേഹത്തിനെ ഇവിടെ നിന്നും മെഡിക്കലിനായി കൊണ്ടുപോവുകയും ചെയ്യുക. എന്നാലും 2 വർഷം തടവ് ശിക്ഷ അനുഭവിക്കാവുന്ന രീതിയിലുള്ള കുറ്റങ്ങളാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. സ്വകാര്യ നിമിഷങ്ങൾ, സ്വകാര്യ വിവരങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ ഇരയുമായി ബന്ധപ്പെട്ട് പുറത്തുവിടുന്നത് അത് വലിയ രീതിയിലുള്ള സൈബർ കുറ്റമാണ്. അപ്പോൾ സൈബർ വകുപ്പുകൾ അടക്കം ചുമത്തിക്കൊണ്ടായിരിക്കും രാഹുൽ ഈശ്വറിനെതിരെ നടപടി ഉണ്ടാവുക. എന്നാലും രാഹുൽ ഈശ്വറിനെതിരെ മാത്രമല്ല മറ്റ് ആളുകൾക്കെതിരെയും ഫേസ്ബുക്കിലൂടെയും ഒപ്പം തന്നെ ഇൻസ്റ്റാഗ്രാമിലൂടെയും ടെലഗ്രാമിലൂടെയും വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെയും ഒക്കെ ഈ പെൺകുട്ടിയുടെ വ്യക്തിവിവരങ്ങൾ പുറത്തുവിടുന്ന രീതിയിൽ പെൺകുട്ടിയെ അപമാനിക്കുന്ന രീതിയിലുള്ള പ്രതികരണങ്ങൾ നടത്തിയ എല്ലാവർക്കുമെതിരെ നടപടി ഉണ്ടാകുമെന്നുള്ള സൂചനകൾ കൂടി ഈ ഘട്ടത്തിൽ വരുന്നുണ്ട്. അതിൽ ഒന്ന് മഹിളാ കോൺഗ്രസിന്റെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി കൂടിയായിട്ടുള്ള രഞ്ജിത പുളിക്കനാണ്. രഞ്ജിത പുളിക്കൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഫേസ്ബുക്കിൽ പങ്കുവച്ച ചില റൈറ്റപ്പുകളുണ്ട്. ആ റൈറ്റപ്പുകളിൽ പെൺകുട്ടിയെ അപമാനിക്കുന്ന രീതിയിലുള്ള പ്രതികരണങ്ങളുണ്ട്. അതിന്റെ പേരിലാണ് ഇപ്പോൾ രഞ്ജിത പുളിക്കനെ ഈ കേസുമായി ബന്ധപ്പെട്ട പ്രതിസ്ഥാനത്തേക്ക് പ്രതി ചേർക്കപ്പെട്ടിട്ടുള്ളത്. മറ്റൊന്ന് സുപ്രീം കോടതിയിലെ അഭിഭാഷക കൂടിയായിട്ടുള്ള അതായത് അഭിഭാഷക കൂടി ഈ കേസുമായി ബന്ധപ്പെട്ട പ്രതിസ്ഥാനത്തേക്ക് വരികയാണ്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് എന്നുള്ളത് ആ അഭിഭാഷക സുപ്രീം കോടതിയിലടക്കം ഇത്തരത്തിലുള്ള കേസുകൾ വാദിക്കുന്നൊരു അഭിഭാഷികയാണ്. ആ അഭിഭാഷകയാണ് ഇന്നിപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് 2ാം പ്രതിയാകുന്നത്, അഡ്വക്കേറ്റ് ദീപ ജോസഫ്. അതുകൂടാതെ തന്നെ മറ്റൊരു ദീപ ജോസഫും ഇത്തരത്തിൽ സൈബർ ഇടങ്ങളിൽ ഈ പെൺകുട്ടിയെ ഇത്തരത്തിൽ അപമാനിച്ചു എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അവർക്കെതിരെയും പ്രതി ചേർത്തുകൊണ്ട് പോലീസ് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. 5ാം പ്രതിയായി രാഹുൽ ഈശ്വർ എത്തുമ്പോൾ ഈ കേസിലെ 4ാം പ്രതിയാണ് സന്ദീപ് വാര്യർ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും നിർണായകമായിട്ടുള്ള കസ്റ്റഡികൾ, ചോദ്യം ചെയ്യലുകൾ, അറസ്റ്റുകൾ അത് അടുത്ത മണിക്കൂറിൽ തന്നെ ഉണ്ടാകുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഔദ്യോഗികമായി ആദ്യ കസ്റ്റഡി എടുത്തിട്ടുള്ള രാഹുൽ ഈശ്വറിനെ AR ക്യാമ്പിൽ ഇപ്പോഴും ചോദ്യം ചെയ്യൽ നടത്തുകയാണ്. ചോദ്യം ചെയ്യൽ തുടരുകയാണ് AR ക്യാമ്പിൽ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏകദേശം 1 മണിക്കൂർ പിന്നിട്ടിരിക്കുകയാണ് രാഹുൽ ഈശ്വറിനെ AR ക്യാമ്പിൽ എത്തിച്ചിട്ടുള്ള ചോദ്യം ചെയ്യൽ എന്നുള്ളത്. അല്പസമയം മുമ്പ് രാഹുലിന്റെ ഭാര്യ ദീപ പുറത്തേക്ക് വന്നിരുന്നു. അവർ മാധ്യമങ്ങളോട് ചില കാര്യങ്ങൾ പറയുകയും ചെയ്തു. പറഞ്ഞിട്ടുള്ളത് ഇരയുടെ പേര് ഒരിടത്തും രാഹുൽ പരാമർശിച്ചിട്ടില്ല. അത്തരത്തിൽ പരാമർശിക്കാത്തിടത്തോളം കാലം വ്യക്തിഹത്യ നടത്തി, ഒപ്പം തന്നെ സ്വകാര്യ രേഖകൾ അല്ലെങ്കിൽ സ്വകാര്യ വിവരങ്ങൾ അടക്കം പുറത്തുവിട്ടിട്ടുണ്ട് എന്നുള്ള വകുപ്പ് നിലനിൽക്കില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഭാര്യ അഭിഭാഷക കൂടിയായിട്ടുള്ള ദീപ ഈ ഘട്ടത്തിൽ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. എന്തായാലും കേസിൽ നിർണായകമായിട്ടുള്ള കസ്റ്റഡി ആണ് ഇതുമായി ബന്ധപ്പെട്ട് രാഹുൽ ഈശ്വറിന്റെ ഉണ്ടായിട്ടുള്ളത്. ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് ശേഷവും അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് വാളിൽ അദ്ദേഹം ചില വീഡിയോകൾ പുറത്തുവിട്ടിരുന്നു. ഇന്ന് 2 വീഡിയോ ആണ് അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ പങ്കുവെക്കുകയും ചെയ്തിട്ടുള്ളത്. അതിലൊക്കെയും ഈ ഇരയായിട്ടുള്ള പെൺകുട്ടിയെ പറ്റി പറയുന്ന, പെൺകുട്ടിയുടെ വിവരങ്ങൾ പറയുന്ന, പെൺകുട്ടി ആരാണ് എന്ന് കൃത്യമായി വെളിവാക്കുന്ന രീതിയിലുള്ള പ്രതികരണങ്ങളാണ്. അതിൽ പല ഘട്ടങ്ങളിലും അദ്ദേഹം പേര് പറയുന്നില്ല എന്നതൊഴിച്ചാൽ മറ്റെല്ലാ വിവരങ്ങളും അദ്ദേഹം ഷെയർ ചെയ്യുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ രാഹുൽ മാങ്കൂട്ടം നൽകിയിട്ടുള്ള ജാമ്യാപേക്ഷയിൽ ആ പെൺകുട്ടിയുടെ പേര് വിവരങ്ങൾ പറയുന്നുണ്ട്. ഇതടക്കമുള്ള രേഖകൾ അദ്ദേഹം ഇന്ന് അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്ന സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ പെൺകുട്ടിയുടെ കുടുംബ ജീവിതവുമായി ബന്ധപ്പെട്ട അവരുടെ ഭർത്താവ് അടക്കമുള്ളവരുടെ രേഖകൾ പുറത്തുവിടുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലുള്ള അറ്റാക്കിംഗ് നടന്നതിന്റെ ഭാഗമായിട്ടാണ് പെൺകുട്ടിയുടെ ഭാഗത്തുനിന്ന് പരാതി ഉണ്ടാവുകയും ഇപ്പോൾ രാഹുൽ ഈശ്വറിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയും ചെയ്തിട്ടുള്ളത്. രാഹുൽ ഈശ്വർ മാത്രമല്ല, കോൺഗ്രസ് നേതാവ് കൂടിയായിട്ടുള്ള സന്ദീപ് വാര്യർ അടക്കമുള്ളവരെ പ്രതി ചേർത്തിട്ടുണ്ട്. 4ാം പ്രതിയാണ് നിലവിൽ ഈ കേസിൽ രാഹുൽ ഈശ്വർ. ഒപ്പം തന്നെ സന്ദീപ് വാര്യർ ഈ കേസുമായി ബന്ധപ്പെട്ട പ്രതിയാണ്. പത്തനംതിട്ടയിലെ മഹിളാ കോൺഗ്രസിന്റെ ജില്ലാ സെക്രട്ടറി രഞ്ജിത പുളിക്കൻ അടക്കമുള്ളവർ ഈ കേസുമായി ബന്ധപ്പെട്ട പ്രതിസ്ഥാനത്ത് നിലനിൽക്കുന്നു. ഒപ്പം തന്നെ സുപ്രീം
കോടതിയിലെ അഭിഭാഷക കൂടിയായിട്ടുള്ള അഡ്വക്കേറ്റ് ദീപ ജോസഫും ഈ കേസിൽ പ്രതിസ്ഥാനത്തേക്ക് എത്തുകയാണ്. അങ്ങനെ ഏകദേശം 5 പേർക്കെതിരെയാണ് ഇപ്പോൾ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുള്ളത്. അതിൽ നിർണായകമായിട്ടുള്ള ഒരു കസ്റ്റഡി ഉണ്ടായിട്ടുണ്ട്. മറ്റ് ആളുകൾക്കെതിരെ എന്ത് തരത്തിലുള്ള നടപടി ഇനി പോലീസ് സ്വീകരിക്കും എന്നുള്ളതാണ് അറിയേണ്ടത്. ചോദ്യം ചെയ്യലിന് വിളിപ്പിക്കാനും നോട്ടീസ് നൽകാനും ഒക്കെയുള്ള നടപടികൾ വരും മണിക്കൂറിൽ ഉണ്ടാവുകയും ചെയ്യും. എന്തായാലും ഇപ്പോഴും AR ക്യാമ്പിൽ തന്നെയാണ് രാഹുൽ ഈശ്വർ ഉള്ളത്. ചോദ്യം ചെയ്യൽ തുടരുകയാണ്, പുരോഗമിക്കുകയാണ്. ഇപ്പോഴും അന്വേഷണത്തോട് സഹകരിക്കുന്നതോടൊപ്പം ചോദ്യം ചെയ്യലിനോട് സഹകരിക്കുന്നതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരു രേഖകളും താൻ പുറത്ത് വിട്ടിട്ടില്ല എന്നുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് രാഹുൽ ഈശ്വർ. അശ്വതി, ശാലിനി, അതിലും ഒരു വൈരുദ്ധ്യമുണ്ട്. കാരണം ഇദ്ദേഹം പറയുന്നു അതിജീവിതയെ പറ്റി യാതൊന്നും തൻ്റെ ഫേസ്ബുക്കിലൂടെയോ ഒന്നും പുറത്തു വിട്ടിട്ടില്ല, തനിക്കെതിരെ കേസ് നിലനിൽക്കില്ല. എന്നാൽ ഇതേ രാഹുൽ ഈശ്വർ ഞാൻ കണ്ട വീഡിയോയിൽ പറയുന്നത് ഈ അതിജീവിതയെ വെളിപ്പെടുത്തുകയാണെങ്കിൽ 2 വർഷം വരെ എനിക്ക് തടവ് ലഭിക്കാമെന്ന് പറയുന്ന ഒരു വീഡിയോ കൂടി അദ്ദേഹം പുറത്തുവിട്ടിരുന്നു. ആ വീഡിയോയുടെ താഴെ ഈ അതിജീവിതയുടെ ചിത്രങ്ങളടക്കം കമന്റ് ചെയ്തുകൊണ്ട് ഒരു കൂട്ടം കഴുകന്മാർ അദ്ദേഹത്തിന്റെ ഈ രാഹുൽ ഈശ്വറിന്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിന് താഴെ ഈ പെൺകുട്ടിയുടെ ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അദ്ദേഹം ഡിലീറ്റ് ചെയ്യാനോ കമന്റ്സ് ഓഫ് ചെയ്യാനോ അദ്ദേഹം ഒരു നീക്കം നടത്തിയില്ല. അതൊക്കെ ഈ രാഹുൽ ഈശ്വർ മനഃപൂർവ്വമായി ആൾക്കാരിലേക്ക് പെൺകുട്ടിയെ ഇട്ടുകൊടുക്കുകയല്ലേ. അപ്പം സന്ദീപ് വാര്യർ പണ്ട് എപ്പോഴോ പങ്കുവെച്ച ഒരു ചിത്രം, ആ പെൺകുട്ടിയുടെ ചിത്രം, അതിലും ഈ രാഹുൽ ഈശ്വർ പോയി കമന്റ് ചെയ്യുന്നുണ്ട്. അത്തരത്തിലുള്ള കാഴ്ചകളൊക്കെ നാം കണ്ടതാണ്. അപ്പോൾ ഈ പെൺകുട്ടിയുടെ ഐഡന്റിറ്റി അത് ആദ്യം സമൂഹ മാധ്യമങ്ങളിൽ വെളിപ്പെടുത്തിയത് രാഹുൽ ഈശ്വർ തന്നെയാണ്. ശാലിനി, തീർച്ചയായും അശ്വതി, അങ്ങനെ തന്നെയാണ്. കാരണം ഈ 5 ദിവസത്തോളമായി നീണ്ടു നിൽക്കുന്ന സോഷ്യൽ മീഡിയ വഴിയുള്ള അറ്റാക്കിംഗ് അത് ഈ പെൺകുട്ടിക്കും ഇരയ്ക്കുമെതിരെ വലിയ രീതിയിൽ രാഹുൽ ഈശ്വർ നടത്തിയിട്ടുണ്ട്. ആരുടെയെങ്കിലും ഗൂഢാലോചനയുടെ ഭാഗമാണോ എന്നൊക്കെയാണ് ഇപ്പോൾ അന്വേഷണ സംഘം പരിശോധിക്കുകയും ചെയ്തത്. എന്തായാലും സോഷ്യൽ മീഡിയയിലൂടെ അപവാദ പ്രചരണം നടത്തിയിട്ടുണ്ട്. പെൺകുട്ടിയുടെ വിവരങ്ങൾ പുറത്തുവിടുന്ന രീതിയിലുള്ള പ്രതികരണങ്ങൾ രാഹുൽ ഈശ്വറിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. രാഹുൽ ഈശ്വർ പോസ്റ്റ് ചെയ്ത പല വീഡിയോയ്ക്കും മില്യൺസ് വ്യൂസ് ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ വന്നിട്ടുള്ള കമന്റുകൾ, അശ്ലീല കമന്റുകൾ അടക്കമുള്ള കാര്യങ്ങൾ വന്നിട്ടുണ്ട്. പെൺകുട്ടിയെ പല സോഷ്യൽ മീഡിയയിലൂടെയും ഇത്തരത്തിൽ അപമാനിക്കുന്ന രീതിയിലുള്ള പ്രതികരണങ്ങൾ ഇതിന്റെ ചുവട് പിടിച്ച് വരികയും ചെയ്തിട്ടുണ്ട്. ഈ ഘട്ടത്തിലാണ് ഇപ്പോൾ നിർണായകമായിട്ടുള്ള പരാതിയുമേലുള്ള നടപടികളും പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. എന്തായാലും അല്പസമയത്തിനകം ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തു വരും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും കസ്റ്റഡിയിൽ എടുത്ത് ചോദ്യം ചെയ്ത് വിട്ടയക്കുമോ അതോ കസ്റ്റഡി അറസ്റ്റായി രേഖപ്പെടുത്തുമോ എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത്. എന്തായാലും 2 വർഷം വരെ തടവ് ലഭിക്കാവുന്ന ഗുരുതരമായിട്ടുള്ള വീഴ്ചയും തെറ്റുമാണ് രാഹുൽ ഈശ്വറിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട് അത് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ഈ രാഹുൽ ഈശ്വറിന്റെ ഭാഗത്തു നിന്ന് ഈ അതിജീവിതയെ അതിക്രൂരമായി അപമാനിക്കുന്ന തരത്തിലുള്ള ചില പാട്ടുകളുമൊക്കെ നാം കണ്ടതാണ്. കള്ളിപ്പൂങ്കുയിലെ എന്നുള്ള ഗാനം പാടുന്നു, കള്ളി കള്ളി എന്ന് വിളിക്കുന്നു. ഇദ്ദേഹത്തിന് ആരാണ് ഇത്ര ധൈര്യം നൽകിയതെന്നാണ് മനസ്സിലാക്കാത്തത്. എന്നാലും ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു ഈശ്വരനായി സ്വയം അവതരിച്ചതാണോ ഈ രാഹുൽ ഈശ്വർ, അതോ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കൃത്യമായ നിർദ്ദേശങ്ങളോടുകൂടിയാണോ ഇദ്ദേഹം ഈ പെൺകുട്ടിയെ ഇത്ര ക്രൂരമായി അങ്ങ് പിച്ചിക്കീറുന്നത്? എന്തായാലും ചോദ്യം ചെയ്യൽ തുടരുകയാണ് അശ്വതി. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പിന്നീട് മാത്രമായിരിക്കും പുറത്തു വരിക. ഗൂഢാലോചന ഉണ്ടോ, ഗൂഢാലോചന ഇല്ലയോ, ആരെങ്കിലും രാഹുലിന് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ടോ എന്നൊക്കെയുള്ളത് ഇനി വരും മണിക്കൂറിൽ മാത്രമേ നമുക്ക് വിവരം ലഭ്യമാകുകയുള്ളൂ. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം തുടരുകയാണ്. കസ്റ്റഡിയിലാണ് രാഹുൽ ഈശ്വർ. ചോദ്യം ചെയ്യൽ തുടരുകയാണ്. ആ ചോദ്യം ചെയ്യലിൽ നിലവിൽ വ്യക്തിവിവരങ്ങൾ രേഖപ്പെടുത്തിയിട്ടില്ല, അല്ലെങ്കിൽ വ്യക്തിവിവരങ്ങൾ താൻ പുറത്തുവിട്ടിട്ടില്ല എന്നുള്ള അതേ സ്റ്റാൻഡിൽ തന്നെ ഉറച്ചു നിൽക്കുകയും ചെയ്യുകയാണ്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ കേസെടുത്തതുമായി ബന്ധപ്പെട്ട മറ്റ് FIR ഒക്കെ അറസ്റ്റ് രേഖപ്പെടുത്തുകയാണെങ്കിൽ, FIR ഒക്കെ ഇടുകയാണെങ്കിൽ അതിൽ പുറത്തു വരുന്ന വിവരങ്ങളിൽ നിന്ന് മാത്രമായിരിക്കും. തീർച്ചയായും ശാലിനി തുടരുക. ഇപ്പോൾ നമ്മളോടൊപ്പം ഐസൻ ചേരുന്നുണ്ട്. ഐസൻ, രാഹുൽ ഈശ്വറിനെ പോലെ ഒരുപക്ഷെ രാഹുൽ ഈശ്വറിനേക്കാൾ മുകളിൽ ഈ കുറ്റത്തിൽ ഏറ്റവും അധികം പങ്കുള്ളത് സന്ദീപ് വാര്യറിനാണ്. ഇദ്ദേഹമാണ് വാട്സപ്പ് ഗ്രൂപ്പിൽ ഈ പെൺകുട്ടിയെ അതിക്രൂരമായി അപമാനിക്കണമെന്നും ഈ പെൺകുട്ടിയുടെ ഐഡന്റിറ്റി അത് വെളിപ്പെടുത്തണമെന്നുമുള്ള നിർദ്ദേശം ഈ കോൺഗ്രസ് അണികൾക്ക് നൽകുന്നത്. അത് പ്രകാരം വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ഈ പെൺകുട്ടിയുടെ ചിത്രം പ്രചരിക്കുകയാണ്. അവളെ കൂട്ടമായി ഒരു ആക്രമിക്കുന്ന കാഴ്ച. എന്തായാലും ഈ കേസിലെ 4ാം പ്രതിയാണ് സന്ദീപ് വാര്യർ. ഇദ്ദേഹത്തിനെതിരെ എന്ത് നടപടിയായിരിക്കും സ്വീകരിക്കാൻ പോകുന്നത് ഐസൻ? തീർച്ചയായും ഇത് വ്യക്തിപരമായി ആക്ഷേപിക്കുന്നതിനെ സൈബർ ഇടങ്ങളെ ദുരുപയോഗം ചെയ്യുക എന്ന 66E എന്ന് പറയുന്ന ഒരു ശിക്ഷ വകുപ്പിന്റെ ഭാഗമായി തന്നെയായിരിക്കും സന്ദീപ് വാര്യരുടെ നേരെയും നടപടി ഉണ്ടാകുക എന്നാണ് പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായും അത് നമുക്ക് അറിയാവുന്നതാണ്. ഈ സൈബർ ഇടങ്ങളിലെ ഒരു സാന്നിധ്യം ഉപയോഗിച്ച് അല്ലെങ്കിൽ അതിന്റെ സാധ്യതകൾ ഉപയോഗിച്ച് ഒരു വ്യക്തിയെ അധിക്ഷേപിക്കുക എന്ന കൃത്യമായ ലക്ഷ്യത്തോടെ ചില ഇടപെടലുകൾ നടത്തുന്ന ഒരു കുറ്റകൃത്യതയാണ് സൈബർ കുറ്റകൃത്യം എന്ന് പറയുന്നത്. സ്വാഭാവികമായും ഈ സൈബർ കുറ്റകൃത്യത്തിന്റെ ഭാഗമായി ഒരു പെൺകുട്ടിയെ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ ആക്ഷേപിക്കാനോ അവരുടെ വ്യക്തിത്വത്തെ തകർക്കാനുള്ള നീക്കങ്ങൾ നടത്തുക എന്നതാണ് ഇതിൽ നിന്നും ഏറ്റവും ഗൗരവമേറിയ ഒരു വിഷയമായി മനസ്സിലാക്കുന്നത്.